വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടിരിക്കുന്നു എന്നല്ല, ചൂടെടുത്ത് വേണമെങ്കിൽ അടിപൊളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വീഡിയോ എടുക്കൊണ്ടേ ഫാൻ വെക്കാൻ വയ്യ. ഫാനിന്റെ മറ്റേ ബൂന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം ഉണ്ടായിരിക്കുമല്ലോ. ഒപ്പം പുറത്ത് നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ 30-31 ഡിഗ്രി ഒക്കെയാണുള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ അത്രയൊന്നും ടെമ്പറേച്ചർ അങ്ങോട്ട് പോകാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ചൂടെടുക്കുന്ന പോലെയും നല്ല ഉരുകുന്ന പോലെയൊക്കെ തോന്നും. എനിക്കറിയാം, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് 40 ഡിഗ്രിയിലും 45 ഡിഗ്രിയിലും ഒക്കെ ഇരുന്ന് വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ പറയുന്നത് ഇവിടെ 30 ഡിഗ്രി ആണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. ഞാൻ അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്ര ചൂട് പോകാറില്ല. അപ്പോൾ 30 ഡിഗ്രി 31 ഡിഗ്രി ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യാം. അത്രയേ ഉള്ളൂ. എന്തായാലും നല്ല ചൂടത്തിരുന്നും കൊണ്ട് നമുക്ക് ചൂടുള്ള കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ചൂടുള്ള കുറച്ച് ടോപ്പിക്സ് എന്നല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കമൻറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് നിങ്ങൾ അയക്കാറുണ്ട്. അപ്പോൾ ചില മെസ്സേജൊക്കെ വായിക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കൊള്ളൂലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ച മുന്നേ എനിക്കൊരു വോയിസ് നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്താ പറയുക, വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വീഡിയോസ് റെഗുലറായിട്ട് കാണാറുണ്ട്, വീഡിയോയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ എന്താണെന്നുള്ളത് ആലോചിക്കാറുണ്ട്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ തന്നെ എന്നെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുമ്പോൾ അതിനൊക്കെ കുറേ പേര്, ഇപ്പം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾ തന്നെ അതിൽ പോയി റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര എനിക്കിങ്ങനെ ഇവിടെ കൊണ്ടതുപോലെയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. അതൊരു വോയിസ് നോട്ടായിരുന്നു. എപ്പോഴും ഇമോഷൻസ് നമ്മൾ വോയിസ് കൂടെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൊള്ളുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്ന ഒരു മെസ്സേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന എക്സ്പീരിയൻസസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കഥ ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് കാലമായാലോ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അഫ്കോഴ്സ് നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുമോ? അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ്, എന്താണ് അടുത്ത ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എനിക്കിങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നത് കേൾക്കാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് എടുത്തൊരു ടോപ്പിക്കാണ്, ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കുമ്പോൾ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ്. ഇവിടെ പറയാതെ തന്നെ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഒരു വീഡിയോ എന്നുള്ളത്. ഇതിലൊരു ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ മാത്രമല്ല കേട്ടോ. ഓരോന്നും ഓരോരോ അനുഭവങ്ങളാണ്. എനിക്ക് തോന്നിയ എൻ്റെ കുറച്ച് ഇമോഷൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവം വെച്ചിട്ടും നമ്മുടെ ചിന്താഗതി അനുസരിച്ചും നമുക്ക് തോന്നും. അപ്പോൾ ചില സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഗുഡ് അനുഭവം, നല്ല എക്സ്പീരിയൻസ്, മോശം എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നില്ല. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുകൊണ്ട് മാത്രം ഉണ്ടായ അനുഭവം ആവണമെന്നില്ല, അതിൽ പുറമെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും ഒരു 4-5 എണ്ണം നമുക്കിവിടെ ഷെയർ ചെയ്യാമല്ലേ. ഞാനങ്ങനെ ഓർത്ത് 1, 2, 3, 4 എന്നൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇവിടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരെയും ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല, ഞാൻ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇരുന്ന് വർത്താനം പറഞ്ഞു പോകുമ്പോൾ കുറച്ചധികം എൻ്റെ അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വീഡിയോ കുറച്ചധികമായി പോകും. വേണ്ട, നമുക്കൊരു 4-5 എക്സ്പീരിയൻസിൽ നിർത്താം. അതിൽ നമുക്ക് മിക്സ് ആയിട്ട് നമുക്ക് മധുരം നിറഞ്ഞ ഓർമ്മകളും കയ്പ്പ് നിറഞ്ഞ ഓർമ്മകളും നമുക്കിവിടെ ഷെയർ ചെയ്യാം. ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊന്നൊരു നല്ല തുടക്കം വെച്ച് തുടങ്ങാം. എനിക്ക് ഭയങ്കര, ഞാൻ എൻ്റെ ഹൃദയത്തിനോട് അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു നല്ല മധുരം നിറഞ്ഞ ഓർമ്മയാണ് ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കോണ്ടന്റ്സ് എല്ലാം ചെയ്യുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂവേഴ്സ് അധികം കേരളത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നാട്ടിൽ മലയാളത്തിൽ കോണ്ടന്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് വളരെയധികം വിരലിൽ എണ്ണാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഈ ഒരു മെമ്മറി എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഇതൊരു ഏകദേശം 2 കൊല്ലം മുന്നേ നടന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് വിഷു നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്തല്ലേ വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ സിസ്റ്ററും ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു, ഞാനും വിഷ്ണു ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റു, നമ്മൾ കണിയെല്ലാം കണ്ടു. അതിനുശേഷം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണുവും കൂടെ വീട്ടിൽ നിന്ന് പോയി. അമ്മയ്ക്ക് അന്ന് സർജറി കഴിഞ്ഞിരിക്കണ സമയമായിരുന്നു, അതുകൊണ്ട് അമ്മയ്ക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അമ്മ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം അമ്മയ്ക്ക്, എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് ഞാൻ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അമ്മ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും വിഷ്ണുവും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. പിന്നെ വിഷ്ണുവിൻ്റെ സിസ്റ്ററും ഫാമിലിയും അച്ഛനും കൂടെ അടുത്തുള്ള ഇങ്ങനെ മോനെ കൊണ്ട് കളിക്കാൻ പോകാൻ പറ്റുന്ന ഒരു ചെറിയ പുഴയുടെ സൈഡിലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാനും വിഷ്ണുവും കൂടെ അമ്പലത്തിൽ പോയി തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മിംസിൻ്റെ ഓപ്പോസിറ്റ് സൽക്കാര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പാരഗൺ തന്നെ ഒരു ഫ്രാഞ്ചൈസി ആണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇതിനെത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലേ, പറയാം, എന്തായാലും ഒരു കഥ പറയല്ലേ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിനുശേഷം വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു അമ്മമ്മയ്ക്കും വെല്ലച്ചനും വിഷുവായിട്ട് എന്തെങ്കിലും അമ്മമ്മയ്ക്ക് ഒരു സാരിയോ വെല്ലച്ചനൊരു മുണ്ടും ഷർട്ടോ ഒക്കെ വാങ്ങിക്കാം. ഉച്ച കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴാണ് തിരിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എപ്പോഴും നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് വിഷു അല്ലെങ്കിൽ ഓണമുള്ളൊരു സമയത്താണ് നമ്മൾ വരാറ്. ഒരു തവണ ഒരു വീട്ടിലാണെങ്കിൽ അടുത്ത തവണ അടുത്ത വീട്ടിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ധൃതി വെക്കാറില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഓടുന്ന പരിപാടി ഒരു തവണ നമ്മൾ ചെയ്തായിരുന്നു. അത് ഭയങ്കര ഒരു സമയം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി പോലെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ട് സമാധാനത്തിലാണ് അടുത്ത വീട്ടിലോട്ട് പോകാറ്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വൈകുന്നേരം 4 മണിയാവുമ്പോൾ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു അമ്മമ്മയ്ക്കും വെല്ലച്ചനും വേണ്ടി എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കാം. കാരണം പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ് കഴിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ വീട്ടിലിടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സോ, പിന്നെ അതേപോലെ വെല്ലച്ചനൊരു മുണ്ടും ഷർട്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും വിഷ്ണുവും കൂടെ അവിടെയുള്ള എവിടെ പോയത്, കല്യാൺ കേന്ദ്രയാണോ, അവിടെ എവിടെയോ നമ്മൾ പോയി. അങ്ങനെ ഞാൻ അമ്മമ്മയ്ക്കും വെല്ലച്ചനും വേണ്ട ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെയുണ്ട് വിഷ്ണുവിൻ്റെ അമ്മ വിളിക്കുന്നു. മോളെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട് ഒരു കേക്കായിട്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ ആണെന്നാണ് പറയുന്നത്, അപ്പം ആ കേക്ക് വാങ്ങിച്ചു വെച്ചോട്ടെ എന്ന്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ വീട്ടിൽ കേക്കായിട്ടൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ മാത്രം പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും ഒരു കേക്ക്, ഇന്നേ വരെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിൽ കേക്ക് ഒന്നും കൊടുത്തയച്ചിട്ടില്ല. വീട്ടിൽ കേക്ക് ഉണ്ടെങ്കിൽ വന്ന് അത് കഴിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആരാണ് ഇപ്പം അങ്ങനെ. അപ്പം ഞാനിങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തും ഇതിങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടത് എന്തായാലും വാങ്ങിച്ചു വെക്കാൻ പറയൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്കറിയാം, അത് വാങ്ങിച്ചു വെച്ചോളൂ എന്ന്. ഞാൻ അമ്മയുടെ അടുത്ത് കേക്ക് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞപ്പോഴും എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എന്നാലും ആരാണ് ഈ കേക്ക്, വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതായിരിക്കും വീട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ ഒരു ഭക്ഷണമൊക്കെ ആവുമ്പോൾ ആരാണത് തന്നതെന്ന് അറിയാതെ നമുക്ക് കഴിക്കാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കുമല്ലോ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു പേരൻറ്റ് വീട്ടിൽ കൊണ്ടുതന്ന ഒരു കേക്കാണ്, ഒരു കഷ്ടമെങ്കിലും കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഒരു പീസ് കേക്ക് കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മോളുടെ പേര്, ഏതാണ്, എന്തുകൊണ്ടാണ് ഈ കേക്ക് കൊണ്ടു തന്നതെന്നുള്ളത് ഉപ്പ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ മോളുടെ ഒപ്പമാണ്, UK ഫ്രണ്ടാണെന്നോ അങ്ങനെ എന്തോ, അവർക്കും വലിയൊരു ക്ലാരിറ്റി ഇല്ല. അപ്പം മോള് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് ഈ കേക്ക് കൊണ്ടു തരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെ മൊത്തം എനിക്കൊരു കൺഫ്യൂഷനുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇതെന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വളാഞ്ചേരി എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു ഒരു സ്റ്റേറ്റസ് എങ്ങാനും ഇട്ടാലും ഇങ്ങനെ ആരെങ്കിലും ഒരു കേക്ക് വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫേർട്ടിന് ഞാനൊരു അപ്രീസിയേഷൻ കൊടുക്കണമല്ലോ, എൻ്റെ ഒരു സന്തോഷവും ഞാൻ അറിയിക്കണം. പക്ഷെ അതൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇമെയിലാണ് വന്നത്, കേക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നത് അറിഞ്ഞിട്ട് UK നമ്മുടെ വീഡിയോ കാണുന്ന വളരെയധികം സ്നേഹമുള്ള ഒരാൾ വീട്ടിലോട്ട്, എനിക്കറിയില്ല അവരുടെയൊക്കെ പേര് പറയുന്നത് ഓക്കെ ആണോ എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. ചില ആൾക്കാർക്ക് പേര് പറയുന്നത് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് അവരുടെ ഐഡൻറ്റിറ്റി അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആരുടെയും പേര് പറയാത്തത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, വീട് ഏതാണെന്നുള്ളത് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഉപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ച്
കൊടുത്തയച്ചതാണെന്നുള്ളത്. എനിക്കത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം അതൊരു എഫേർട്ടാണല്ലേ, ഒരാൾ വേറൊരാൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നത് ഭയങ്കര അപ്രീഷ്യബിൾ ആണ്. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആകുമ്പോൾ ഭയങ്കര സന്തോഷം വേറൊരാൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേക്ക് കിട്ടി, കേക്ക് കഴിച്ചു എന്നുള്ളതല്ല, ആ ഒരു മോളും ഉപ്പയും എനിക്ക് വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ട് എനിക്ക് ഭയങ്കര സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഈ ഒരു എൻറ്റയർ ഒരു സോഷ്യൽ മീഡിയ കരിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, വീഡിയോയിൽ കൂടെ കണ്ട് ഇത്രയും ഇഷ്ടപ്പെട്ട് UK മോള് പറഞ്ഞ് കോഴിക്കോടുള്ള ഉപ്പ എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ച് എന്തിനാന്ന് പോലും അറിയാതെ എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നു എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. എന്തായാലും ആ ഒരു മെമ്മറി വെച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു മധുരം നിറഞ്ഞ മെമ്മറി. അടുത്തൊരു കഥ എന്ന് പറയുന്നത്, ഞാൻ ദുബായിൽ വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കുണ്ടായ ചില ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കൊരു വലിയ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ വലിയൊരു കാര്യം റിയലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കുട്ടി എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോണേ. കഴിഞ്ഞ തവണ ഞാൻ ദുബായിൽ വന്ന സമയത്ത്, ദുബായ് മോളിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റസ് ഇട്ട സമയത്ത് എനിക്കൊരാൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്ക് ദുബായ് മോളിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും മീറ്റ് ചെയ്യാം, ഉറപ്പായിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനിവിടെ കഫറ്റീരിയയുടെ ഏറ്റവും മുകളിൽ ഉണ്ട്, അവിടെ KFCയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ചു നേരം ആളുടെ ഒരനക്കവും കേട്ടോ. അപ്പം ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, എന്നെ ആരും കോണ്ടാക്ട് ചെയ്യുന്നില്ല, വരാമെന്ന് പറഞ്ഞാൽ ആരും വരുന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവർ വിട്ടുപോയിരിക്കും, അവർക്ക് അവരുടേതായ തിരക്കിൽ പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാനും വിഷ്ണു കൂടെ താത്തോട്ട് ഇറങ്ങിയിട്ട് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ഒരു ഫൗണ്ടെയിൻ ഷോ ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ആ സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും മെസ്സേജ് വരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. നിങ്ങളവിടെയൊക്കെ നോക്കിയല്ലോ, നിങ്ങളൊന്നും കാണാമല്ലോ, നിങ്ങളിവിടെ ഇല്ലേ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ ഞാൻ വെച്ചു വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയതാണെന്ന്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനായിരുന്നു, ബാക്കിൽ നിന്ന് വന്നിട്ട് വളാഞ്ചേരി എന്ന് പറഞ്ഞ് ഞെട്ടിക്കാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഐഷു താത്തയ്ക്ക് പോയല്ലോ എന്നുള്ളത്. എനിക്കതൊരു വലിയൊരു കാര്യം റിയലൈസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരുന്നു കേട്ടോ. കാരണം ദുബായിൽ വന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ഏകദേശം ഒരു 2-2.5 കൊല്ലം മുന്നേ നടന്നൊരു കാര്യമാണ്. അന്ന് ഞാൻ ഈ ഒരു പറഞ്ഞതുപോലെ ഞാനൊരു മലയാളത്തിൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ, ഇവിടെ ഞാൻ പുറത്തിറങ്ങി പോകുമ്പോൾ എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടുക, വീഡിയോ കണ്ട എൻ്റെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുക, എന്നോടുള്ള താല്പര്യം അവർ പറയുക, അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസസ് വളരെയധികം കുറവാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു ആരെയാണ് നമ്മൾ ബാക്കിൽ നിന്നൊക്കെ പോയി ഞെട്ടിച്ച് ആക്കുക, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടൊക്കെ അല്ലേ പെരുമാറുക. അപ്പോൾ എനിക്കതൊരു എന്താ പറയുക, ഞാൻ റിയലൈസ് ചെയ്തു, അത് വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാരുടെയെങ്കിലും മനസ്സിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളുടെയൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാൾ എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് പലർക്കും എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ അത്. അന്ന് വീട്ടിൽ വന്നിട്ടും ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. ലേറ്റർ ഞാൻ ആ കുട്ടീനെ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ദുബായ് മോളിൽ സാറയിൽ വെച്ചിട്ടാണ് ഞാൻ അവരെ മീറ്റ് ചെയ്തത്. അവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞാനും വിഷ്ണു മീറ്റ് ചെയ്തു. കണ്ടു പോകാൻ നേരത്ത് സ്ഥിരം നിങ്ങളെല്ലാവരും പറയുന്ന ഡയലോഗ് തന്നെ പറഞ്ഞു, ഐഷു കാണുന്നത് പോലെ അധികം സംസാരിക്കുന്ന ഒരാളൊന്നുമില്ലല്ലോ, വിഷ്ണു നല്ലോണം വർത്താനം പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് അവിടുന്ന് പോയി. പക്ഷെ എന്തായാലും ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷെ നമുക്കുണ്ടാവില്ലേ ചെറിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ വലിയൊരു കാര്യം റിയലൈസ് ചെയ്യാൻ. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടുള്ള ഒരു സ്നേഹം അത്രയും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ. ഓരോരോ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ ഞാൻ ചിന്തിക്കുക. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ആരെങ്കിലും മീറ്റ് ചെയ്യുമോ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നല്ല എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട്. ആംസ്റ്റർഡാമിൽ വരികയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നും എനിക്ക് പോയി മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ആംസ്റ്റർഡാം സെൻട്രലിന് ഓൾമോസ്റ്റ് ഒരു 30-35 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റാറില്ല. പക്ഷേ എന്നാലും പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. നിങ്ങൾക്ക് എത്ര സന്തോഷം അതൊന്നും കിട്ടുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വളരെ സന്തോഷം അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാറുണ്ട്. കാരണം ഇപ്പം ഈ ഒരു കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ ഇതാണല്ലോ നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ, ഇതാണല്ലോ നമുക്ക് കിട്ടുന്ന അംഗീകാരം, ഇതാണ് നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ. അത് വ്യൂവേഴ്സ് എന്നുള്ളത് ഒരു ചെറിയ വേർഡിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ
എന്താ പറയുക, നമ്മുടെ കമൻറ്റ് സെഷനിൽ വരുന്ന മോശമായിട്ടുള്ള കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 1 million ഒക്കെ അടിക്കുകയാണെങ്കിൽ അതിൽ വിചാരിച്ചൊരു സ്പീച്ച് പോലെ ഉണ്ടല്ലോ. പക്ഷെ ഒന്നുമില്ല, പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആയതാണ്. ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെയധികം കൊണ്ട് എന്നൊരു വലിയ കാര്യം ഞാൻ റിയലൈസ് ചെയ്യിപ്പിച്ചൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരാൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇനി ഷെയർ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ് കയ്പ് നിറഞ്ഞതോ മധുരം നിറഞ്ഞതോ ഗുഡ് ബാഡ് അങ്ങനെയൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ എന്നുള്ള ഒരു ക്യൂട്ട് അഗ്രസീവ് റിയാക്ഷൻ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. നമുക്ക് എന്തായാലും പറഞ്ഞു നോക്കാം എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ആംസ്റ്റർഡാമിൽ തന്നെ വെച്ച് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു 3-4 മാസം മുന്നേ ഞാൻ എൻ്റെ മേക്കപ്പ് അക്കാദമിയിൽ ബ്യൂട്ടി ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞാനും ദീപ ചേച്ചിയായിരുന്നു എൻ്റെ മോഡലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ദീപ ചേച്ചിയും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മളിങ്ങനെ അവിടെ ആംസ്റ്റർഡാമിൽ കാൽഫസ്ട്രാത്ത് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലാത്തതായിരുന്നു. വെറുതെ കാര്യമൊന്നുമില്ലാതെ ഓരോരോ കടകളിൽ കയറി ഇറങ്ങുന്നു. അപ്പോൾ ദീപ ചേച്ചി പറഞ്ഞു, ദീപ ചേച്ചി KFC കഴിക്കാൻ തോന്നുന്നു, ഇന്ന് നമുക്കവിടെ കയറാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ KFCയിൽ കയറി. KFCയിൽ നിന്ന് ഓർഡറൊക്കെ ചെയ്ത് ഞാനും ദീപ ചേച്ചിയും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞാണ്ടല്ലോ ഒരുപാട് നേരം വർത്താനം പറയും. എന്നെ ഞാൻ 1-to-1 കോൺവെർസേഷൻസിൽ ഭയങ്കര ഗുഡാണ്. ഒരു ഗ്രൂപ്പും ഞാനും കൂടെ കോൺവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം പെത്തറ്റിക്കായിട്ടുള്ള വർത്താനം പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനും വേറെ ഒരാൾ അല്ലെങ്കിൽ ഞാനും വേറെ 2 ആൾക്കാർ തമ്മിൽ ആണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വർത്താനം പറയുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് സീരിയസ് കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ആവാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ദീപ ചേച്ചിയും കൂടെ കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 പേരുടെയും ഇമോഷനെ പറ്റിയിട്ടോ എന്തൊക്കെയോ. ദീപ ചേച്ചി 2-3 തവണ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐഷു നിന്റെ ശബ്ദം കൂടുന്നുണ്ട്, നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, നമ്മൾ അറിയുന്ന മലയാളികൾ ആരെങ്കിലും ചുറ്റും ഉണ്ടെങ്കിലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ദീപ ചേച്ചി ഇവിടെ ആരും മലയാളികൾ ഇപ്പോൾ വരാനാണ്, എനിക്ക് പറയുമ്പോൾ എൻ്റെ ഇമോഷനിൽ ഞാനത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഘോരമായി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കാര്യമായിട്ട് എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഘോരമായി അങ്ങനെ കോൺവെർസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു 5-6-7 മാക്സിമം ഒരു 8, എനിക്ക് കറക്റ്റ് എണ്ണം ഓർമ്മയില്ല, അത്ര ഒരു 6-7 ബോയ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന ഒരാളാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ അപ്പോഴാണ് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കി കുറച്ച് ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ, ഇവര് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവരെ അറിയാം. അതിൻ്റെ മറ്റുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഭയങ്കര രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിലെ ഒരു 3-4 ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ എന്നാലും വീഡിയോ കണ്ട ആൾക്കാരുടെ റിയാക്ഷൻ വെച്ചിട്ടാണ് ഇവർ ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത്. അപ്പോൾ രസം ഉണ്ടായിരുന്നു അവരായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അങ്ങനെ ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒന്നെങ്കിൽ ദീപ ചേച്ചി, അമ്മു ചേച്ചി, വിഷ്ണു അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പെട്ടെന്ന് തന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തും. കാരണം അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ഒരാൾക്ക് ചെറിയൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വരുമോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്തി ദീപ ചേച്ചീനെ. അതിനുശേഷം ദീപ ചേച്ചി പറഞ്ഞു, എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ദീപ ചേച്ചി ചെയറിൽ പോയിരുന്നു. അതിനുശേഷം ഇവർ ചോദിച്ചു സെൽഫി എടുക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ സെൽഫി എടുക്കാൻ മാത്രമൊക്കെ ഉണ്ടോ, അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചുമ്മാ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി ഇവർ മറ്റേ ഫോണൊക്കെ പൊക്കി വീഡിയോ എടുക്കുമ്പോഴാണ് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 ഗേൾസിനെയും കൂടെ വിളിക്കുന്നു ഈ ഒരു ഫോട്ടോൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു, മറ്റൊരാൾ കട്ടക്കലിപ്പ്, അവർ ഇല്ല ഞാനില്ല ഫോട്ടോയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവർ നമ്മുടെ ഒരു വീഡിയോസും കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അങ്ങനെ അറിയാത്ത ഒരാളോടൊപ്പം എന്തിനാണ് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത്, അല്ല ഞാനാണെങ്കിലും വിചാരിക്കും, അപ്പോൾ അതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇവർ ഫോട്ടോ എടുത്തു. പിന്നെയും കുറച്ച് നേരം ഞാൻ എന്താ പറയുക ഈ വന്ന് സംസാരിച്ച ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ അവർ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഇവരോടൊപ്പം 2 ഗേൾസും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവർ 2 പേരും ദീപ ചേച്ചിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോൺവെർസേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ നമ്മുടെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ അതോ നമ്മൾ അവിടുന്ന് പോകണോ എന്നുള്ളത്. അപ്പോൾ ഈ 2 ഗേൾസിൻ്റെ ഗേൾസിൻ്റെ 2 പേരല്ല, അതിൽ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ചിരിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. മറ്റൊരാൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്.
എനിക്ക് റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു ആ കുട്ടിയുടെ ഇമോഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നേ വരെ നേരിട്ട് കാണാതെ എൻ്റെ അടുത്ത് ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം. ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കില്ല, സംസാരിക്കുന്നില്ല. ആ കുട്ടിയുടെ വേൾഡിൽ ഞാൻ ഇൻവിസിബിൾ ആണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കണോ, ഞാൻ എന്നാൽ നെക്സ്റ്റ് ഷോപ്പിൽ പോവാം, ഞാനിവിടെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ദീപേച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറയാമെന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന സമയത്താണ് എന്നെ അമ്മ വിളിച്ചത്. അപ്പം ഞാൻ പോയി അമ്മയുടെ അടുത്ത് സംസാരിച്ചു. തിരിച്ചു വന്നപ്പോഴും ഇവർ കാര്യമായിട്ടുള്ള എന്തൊരു സീരിയസ് കോൺവെർസേഷനാണ് അവരുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ്. ദീപ ചേച്ചി ഇവിടെ PhD ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു സീരിയസ് കോൺവെർസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാ പറയാൻ വരുന്നു, ദീപ ചേച്ചി എന്നാൽ സംസാരം നടക്കട്ടെ, ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള കടയിലുണ്ട്, കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നാൽ മതിയെന്ന്. പക്ഷെ ഞാനത് പറയുന്നതിൻ്റെ മുന്നേ തന്നെ ദീപ ചേച്ചി ആ കോൺവെർസേഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ അവർ പോവാൻ നേരത്ത് നമ്മളൊന്ന് ചിരിക്കൂലോ ഓരോ മുഖത്ത് നോക്കിയിട്ട്. അപ്പം ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അയാളൊരു ചെറിയൊരു ചിരി എനിക്ക് തിരിച്ചു തന്നു. മറ്റൊരാളുടെ മുഖത്ത് പോയി ചിരിച്ചപ്പോണ്ടല്ലോ ഇങ്ങനെ ഒരൊറ്റ തിരിക്കലായിരുന്നു എൻ്റെ അടുത്ത് മുഖം. അപ്പോൾ ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം, നമുക്ക് തോന്നുന്ന എല്ലാം ശരിക്കും അവർക്കും അതേപോലെ ഉള്ളതായിരിക്കണം എന്നില്ലല്ലോ, അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇവർ പോയി ദീപ ചേച്ചി എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന് പറയുന്നത് തന്നെ ഇതാണ്, ആ കുട്ടിക്ക് നിൻ്റെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചതെന്തോ ദീപ ചേച്ചിക്ക് തോന്നിയെന്ന് പറഞ്ഞു. നമുക്കത് ഫീൽ ചെയ്യുമല്ലോ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. അവർ സംസാരിക്കുന്നത് തന്നെ എന്തൊക്കെയോ ഒരു എൻ്റെ അടുത്ത് അവർക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള ഹിന്റ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടായിരുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ദീപ ചേച്ചി പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര റൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അത് ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്. ഇപ്പം എൻ്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ദീപ ചേച്ചി, അമ്മു ചേച്ചി, അച്ചേച്ചി, ഗീതു, പ്രദു, അച്ഛനമ്മ, രോഹിത്, വിഷ്ണു, അൽക്ക, അങ്ങനെ എൻ്റെ വെരി വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, എനിക്കിഷ്ടമുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ട് ഇഷ്ടമല്ലാത്ത രീതിയിൽ എനിക്കറിയാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരിക്കലും ആ വന്ന് സംസാരിക്കുന്ന ആളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അതിലും കൂടുതൽ എത്രയോ കണക്ഷനാണ് മറ്റാൾക്കാരായിട്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് ദീപ ചേച്ചിയും അത് തന്നെയാണ് പറഞ്ഞത്. അവരിങ്ങനെ കുറേ ഹിന്ദു തരുകൊണ്ട് ദീപ ചേച്ചിക്ക് കുറേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ അടുത്ത്. അവർ ഒരിക്കലും ദീപ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊരു ഭയങ്കര, എനിക്ക് ദീപ ചേച്ചിക്ക് അതൊരു വലിയൊരു കാര്യമായിട്ടൊന്നല്ല തോന്നിയത് കേട്ടോ. വെരി ക്യൂട്ടായിട്ടുള്ള ഒരു ഇന്നസെന്റ് ഗേളിൻ്റെ എന്തോ ഒരു ടൈപ്പ് ഓഫ് അഗ്രസീവ് റിയാക്ഷൻ ആയിരുന്നു. ചിലപ്പോൾ എനിക്കറിയില്ല എന്താണ് ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാനുണ്ടായ കാര്യം എന്നുള്ളത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ കാണാതെ വീഡിയോയിൽ കൂടെ കണ്ട് എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഇൻസിഡൻ്റാണ് നമ്മൾ തൊട്ട് മുന്നേ ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു സൈഡാണ് നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ട് എന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്തതിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത് വളരെ നോർമലായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ്, അങ്ങനെ ഒരു ഫണ്ണി റിയാക്ഷൻ ആയിരുന്നു. ഒരു രസമുള്ളൊരു പരിപാടിയായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വിഷ്ണുവിൻ്റെ അടുത്തും ദിബിൻ ചേട്ടൻ്റെ അടുത്തൊക്കെ നമ്മളിത് പറഞ്ഞപ്പോൾ തന്നെ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അവരുടെ അത്രയും ലൈഫിൽ സീരിയസ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നെതർലാൻഡ്സിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ റീസൺ തോന്നാൻ കാരണം. അല്ലാതെ ഞാൻ ആരും പേർപ്പസ്ലി അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടിക്ക് കുട്ടിയുടേതായ കാര്യങ്ങൾ പറയാൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. എന്തായാലും ഇത് ഇത്ര വലിയൊരു സീരിയസ് കാര്യമൊന്നുമല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ചുമ്മാ ഒരു തമാശയ്ക്ക് ഈ ഒരു ഇൻസിഡൻറ്റും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ഒരു ഇൻസിഡൻറ്റ്. ഞാനിത് ഇങ്ങനെ ഒരു സീരിയസ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വന്ന് സംസാരിക്കുന്നൊന്നുമല്ല കേട്ടോ. ചുമ്മാ ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചിറ്റാറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ വർത്തമാനം പറയില്ലേ, അങ്ങനത്തെ പോലത്തെ ഒരു വീഡിയോ ആണ്. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ഇത് കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. ഒരു തമാശ നിറഞ്ഞ ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാലം മുന്നേ ഞാനൊരു സാമൺ ഫ്രൈ ഉണ്ടാക്കുന്നു, ജീര റൈസ് ഉണ്ടാക്കുന്നു, ആസ്പറാഗസ് ഫ്രൈ ഉണ്ടാക്കുന്നതും ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇതിനോടൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ ഒരു അക്കൗണ്ടിൽ നിന്ന്, ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫേസ് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ പുള്ളി മിസ്റ്റർ കാലിക്കറ്റ് വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ എന്താണ് ഒരു സ്റ്റോറി പോലും ഇടാത്തത്, നിനക്കതിൽ നാണക്കേടാണോ, നീ അതിൽ പുളകം കൊള്ളുന്നില്ലേ, നീ അതിൽ അഭിമാനിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ വെച്ചത് ഇത് എന്താണ് ഈ ഒരു വീഡിയോയും ഈ ഒരു കമൻറ്റും തമ്മിലുള്ള ബന്ധം എന്ന് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ എൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യമുള്ള ഒരാളുടെ ഒരു കമൻറ്റാണ്. അപ്പോൾ ഞാനതിന് കമൻറ്റ് ചെയ്തു, രോഹിതിനെ ടാഗ് ചെയ്തിട്ട് പറഞ്ഞു,
എടാ ഞാൻ നിന്റെ അച്ചീവ്മെന്റ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണോ നിനക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചത് തൊട്ട് രോഹിത് അതിനെന്തോ കമന്റ് റിപ്ലൈ ചെയ്തു. അങ്ങനെ കമന്റ് സെഷനിൽ കുറച്ച് ഡിസ്കഷൻ ആ ഒരു കമന്റ് പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ആണെങ്കിൽ കുറച്ചൊരു ഷോർട്ട് ടെമ്പർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ കമന്റിന് അത്യാവശ്യം ചൂടാവുന്ന രീതിയിലായിരുന്നു രോഹിത്തിന്റെ റെസ്പോൺസ്. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ വീണ്ടും ചൊടിപ്പിച്ചു, വീണ്ടും അങ്ങനെ ഒരു കമന്റ് വന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവിടെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൽ കമന്റ്സ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് നിന്നില്ല. അങ്ങനെ ആ ഒരു കാര്യം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രോഹിത് മിസ്റ്റർ കാലിക്കറ്റ് ആയപ്പോൾ ഞാൻ സ്റ്റേറ്റസ് ഇട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ ചുറ്റുമുള്ള ഏതൊരാളും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ്. അൺലെസ് ഒരു മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രോഹിത് മിസ്റ്റർ കാലിക്കറ്റ് ആയിട്ട് വിൻ ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് പ്രോപ്പർ മിസ്റ്റർ കാലിക്കറ്റ് ടൈറ്റിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവർ നടത്തിയ എന്തോ ഒരു ഫാഷൻ ഷോയില് അവർ കൊടുത്തൊരു ടൈറ്റിലായിരുന്നു മിസ്റ്റർ കാലിക്കറ്റ്. അപ്പോൾ അത് വിൻ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി അവന് അപ്രീസിയേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ ഒരു ടോപ്പിക്കിന് ഇത്ര വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് കാലമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റേറ്റസ് ഇടാറില്ല. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും എക്സാം പാസ്സായാലോ അങ്ങനെയൊന്നും ഞാൻ സ്റ്റേറ്റസ് ഇടാറില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ സിസ്റ്റർ BDS അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ്, അതൊന്നും ഞാൻ സ്റ്റേറ്റസ് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ ഞാൻ അങ്ങനെ സ്റ്റേറ്റസ് ഇടാറില്ല. റീസെൻ്റ് ആയിട്ട് പ്രദുവിൻ്റെ ബർത്ത്ഡേ ആണ് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റസ് ഇട്ടത്. അതെനിക്ക് കുറച്ച് രംഗണൻ തീമൊക്കെ വെച്ചൊരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടതാണ്. അപ്പോൾ അതാണ് രോഹിത് മിസ്റ്റർ കാലിക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റസ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണലി ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവന് മെസ്സേജ് ചെയ്തിട്ട് എൻ്റെ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്ന്, രോഹിത് ഇറ്റലിയിൽ വരാൻ സമയത്ത് ഞാൻ ബോസ്റ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു കാലത്ത് യൂറോപ്പിലും UK പഠിക്കാൻ വരാനാണോ ബുദ്ധിമുട്ട്? ആരാണ് അതിന് വരാത്തത്? നമുക്ക് വരാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ നമുക്ക് കുറച്ചതിന് ലോണും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ പെർസ്യൂ ഹിസ് ഓർ ഹെർ എഡ്യൂക്കേഷൻ ഫ്രം യൂറോപ്പ് അല്ലെങ്കിൽ UK അല്ലേ. അത് എനിക്കതൊരു അത്ര ഒരു ഞാൻ എടുത്ത് എന്താ നീ ഇറ്റലിയിലാണ് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത്. പിന്നെ അപ്പം അത് ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്ന്, ഞാനിത് എന്തിനാണ് ഇതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ തരുന്നതല്ലേ, എന്തായാലും വഴിക്ക് പോലെ പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ആ കമൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഭയങ്കര എന്നോട് ദേഷ്യമുള്ളൊരു കമൻറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സർവ്വസാധാരണമാണ് കമൻറ്റ് സെഷനിൽ, അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അതല്ല കേട്ടോ. ഇതിലേറ്റവും ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്നെ ഇവിടെ ആംസ്റ്റർഡാം അല്ല, നെതർലാൻഡ്സിൽ അൽമീറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ എന്നെ വിളിക്കുന്നു. എന്നെയല്ല, ദിബിൻ ചേട്ടനെ വിളിക്കുന്നു. എൻ്റെ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ദിബിൻ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ചേട്ടൻ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന ചേട്ടനാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നു, അന്നിട്ട് ഈ ഒരു കമൻറ്റില്ലേ, ഈ ഒരു ഭയങ്കര ദേഷ്യമുള്ളൊരു കമൻറ്റ്, ആ കമൻറ്റിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചേട്ടൻ്റെ മോളുടെ ഫോട്ടോ ആണ്. അപ്പോൾ അതൊരിക്കലും അവരല്ലാതെ ചെയ്തിട്ടുള്ളത് ഏതോ നെതർലൻഡ്സിലുള്ള ഒരാൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് അവരാണെന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമം തോന്നിയിട്ടോ. കാരണം ചെറിയൊരു കുട്ടിയുടെ ഫോട്ടോ ഒരു പെർമിഷൻ ഇല്ലാതെ എവിടുന്നോ എടുത്ത് ഇങ്ങനത്തെ വായ തോന്നിയ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരാളാണ് അയാൾ. നെതർലൻഡ്സിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എന്തൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യമാണ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ആ പ്രൊഫൈൽ പിക്ചർ ഇടാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അത് അവർക്കും ഭയങ്കര പേഴ്സണലി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ചേട്ടനെ എന്നെയും അറിയുന്ന, നമ്മൾ അത്യാവശ്യം ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഒരു പ്രൊഫൈലിൽ വന്നിട്ട് ഇങ്ങനെ കമൻസ് നമ്മളെ പറ്റിയിട്ട് ഇടുന്നതിൽ അവരുടെ മോളുടെ ഫോട്ടോ വെക്കുക എന്നുള്ളത് അവർക്കും ഭയങ്കര എത്ര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ മോളുടെ അല്ലെങ്കിൽ എനിക്കൊരു മോനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അവരെൻ്റെ അടുത്ത് അവർ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. എനിക്കും ഞാൻ പറഞ്ഞു അത് ഒട്ടും സീരിയസ് ആക്കി എടുത്തിട്ടില്ല. എനിക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല അത് അവരുടെ മോളുടെ ഫോട്ടോ ആണെന്നുള്ളത് കേട്ടോ. അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. ഈ ഒരു സെക്കൻഡ്
പോർഷൻ അവരെന്നെ വിളിച്ച് പറഞ്ഞ ഇൻസ്റ്റന്റിൽ എനിക്ക് കുറച്ചൊരു വിഷമം തോന്നിയായിരുന്നു അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട്. മറ്റേത് ഭയങ്കര കോമഡി ആയിട്ടുള്ള സീനാണ്. അത് ഞാൻ ചുമ്മാ ഈ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ചുമ്മാ വൈകുന്നേരം ഇങ്ങനെ ചമ്മറൊക്കെ പഠിച്ചിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു സെഷനായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ആരുടെയും ഇമോഷൻ ഞാൻ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ പേര് പോലും ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിച്ച് ഈ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തീർത്തു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വസ്നേഹം. ഇതിന് മലയാളി. ടാറ്റാ.